ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്റെ കുഞ്ഞിന്റെ താതി അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് കയറി വന്നതിനെ അവൾ ചെയ്ത തെറ്റ്. ഒരിക്കൽ രേവതി എന്ന് പറയുന്ന ആ സ്ത്രീ കാരണം തകർന്ന എന്റെ കുടുംബം അതിൽ നിന്നൊന്ന് കൂട്ടിച്ചേർത്ത് വെച്ചതേയുള്ളൂ. അപ്പോഴേക്ക് ഇവളെന്റെ കുഞ്ഞിനെ കൈപ്പിടിയിലാക്കി. ഇനി ഇവള് കാരണം എന്റെ കുഞ്ഞിന്റെ ജീവിതം കൂടി തകരാൻ സമ്മതിക്കില്ല ഞാൻ. ഇനി ഒരിക്കലും എന്റെ കുടുംബം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. വർദ്ധിച്ച പകയോടെയും ദേഷ്യത്തോടെയും അവർ തനുവിനെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഏടത്തി വേണ്ട. രാജേശ്വരി എന്തോ പറയാൻ തുടങ്ങിയതും ശ്രീദേവി കൈയെടുത്ത് അവർ വിലക്കി. ഇവളെ ന്യായീകരിച്ചുകൊണ്ട് നീ ഒന്നും പറയേണ്ട രാജി. നിനക്ക് ഈ കുടുംബത്തോട് അല്പെങ്കിലും സ്നേഹവും ആത്മാർത്ഥയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ ജീവിതത്തിൽ നിങ്ങളോടൊന്ന് ഒഴിഞ്ഞേരാൻ പറയൂ. രാജേശ്വരി നോക്കി അത്രയും പറഞ്ഞ ശേഷം നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു. മോളെ തനു. അവർ പോയതും നിറകണ്ണുകളോടെ മുഖം കുനിച്ചുകൊണ്ട് നിൽക്കുന്ന തനുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവർ പതിയെ വിളിച്ചു. അപ്പച്ചി, എന്തിനാ അപ്പച്ചി ഇവർക്കൊക്കെ എന്നോട് എന്റെ കുടുംബത്തോട് ഇത്രയും വലിയ ദേഷ്യം? ദത്തൻ സാറും പറഞ്ഞു എന്റെ ചിറ്റ എന്തോ വലിയ തെറ്റ് ചെയ്തോന്ന്. എന്താ അപ്പച്ചി എന്റെ ചിറ്റ ഇവരോടൊക്കെ ചെയ്ത്? എന്റെ അറിവിൽ ചിറ്റ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എന്റെ ചിറ്റക്കാരൻ ഈ കുടുംബം തകർന്നെന്ന് പറയുന്നത്? അവൾ രാജേശ്വരിയെ നോക്കി ദയനീയതയോടെ ചോദിച്ചു. അവരവളോട് എന്ത് മറുപടി വേണമെന്നറിയാതെ ഉഴറി. അത് മോളെ ഞാൻ. രാജി. അവരെന്തോ പറയാൻ തുടങ്ങിയതും ഹാളിൽ നിന്ന് രാജശേഖരന്റെ ശബ്ദം ഉയർന്നു കേട്ടു. എന്തോ? തനുവിനെ നോക്കിക്കൊണ്ട് രാജേശ്വരി അവരുടെ അരികിലേക്ക് പോകുമ്പോൾ കലുഷിതമായ മനസ്സുമായി തനു അവിടെ തന്നെ നിന്നു. എന്തായാലും തനു നിന്നെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ യാതൊരു തെറ്റുമില്ല. നീ ചെയ്തുകൊണ്ടല്ലേ അവളങ്ങനെ വിളിച്ച്. ഹാളിലെ സെറ്റിൽ മറന്നു കിടക്കുന്നവന്റെ അരികിലേക്ക് ഒരു കപ്പ് കാപ്പി നീട്ടി വെച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു. ദത്തൻ മുഖമുയർത്തി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓരോന്നും ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. അവന്റെ നോട്ടം കണ്ടതും വിഷ്ണു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് എതിർവശത്തെ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് കയ്യിലിരുന്ന കാപ്പി മുത്തി കുടിച്ചു. അവൻ പറഞ്ഞ ഏറെക്കുറെ ശരിയായതുകൊണ്ട് തന്നെ ദത്തൻ മൗനം പാലിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കിടന്നു. അപ്പൊ അവള് നിന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടാണോ ഈ കൊച്ചുകൊളുപ്പങ്കാലത്ത് നീ കുറ്റിയും പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അല്പസമയത്തിന് ശേഷം വിഷ്ണു വീണ്ടും ചോദിച്ചു. അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അത് പിന്നെ അവളങ്ങനെ വിളിച്ചപ്പോ അതിന്റെ കൂടെ ഡൽഹി പീഡന കേസിൽ ആ നരാധപന്മാരെ പോലെയാണ് ഞാനെന്നുകൂടി പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി. അതാവളെ രണ്ട് ചീത്തയും വിളിച്ചുകൊണ്ട് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. രാത്രി മൊത്തം കാറിൽ എങ്ങോട്ടും ഡ്രൈവ് ചെയ്തു. മനസ്സ് നിറയെ അവിടെ വാക്കുകളായിരുന്നു. ആകെ ഭ്രാന്തിടിച്ച പോലെ. പിന്നെ വെളുപ്പിനെപ്പോഴാ നിന്റെ വീണ്ടും കൊണ്ടുവന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത്. അപ്പോഴും അകത്തേക്ക് കയറാൻ ഒരു സങ്കോചം ഉണ്ടായിരുന്നു. ആന്റി അങ്ങളും കണ്ട എന്ത് വിചാരിക്കുന്നൊക്കെയുള്ള ചിന്ത. പിന്നെ ഓർത്ത് അവർ രണ്ടുപേരും തറവാട്ടിലേക്ക് പോയിരിക്കല്ലേ എന്ന് അവൻ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ നോക്കി. ഇപ്പൊ അവൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം, അല്ലാതെ നീ അവളോട് ചെയ്തല്ല. വീണ്ടും അവൻ തനുവിനെ കുറ്റക്കാരനാക്കി സംസാരിക്കുന്ന കേട്ടതും വിഷ്ണു അല്പ ഈർഷ്യയോടെ പറഞ്ഞു. അതിന് ഞാൻ അവളൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ അവളെങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ ദത്തൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവളോട് ഇത്രയും ദ്രോഹം ചെയ്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്താ? വിഷ്ണു ദേഷ്യത്തോടെ തന്നെ അവന് മറുപടി പറഞ്ഞു. അതിനൊന്നും പറയാതെ അവൻ ടേബിളിരുന്ന കാപ്പി എടുത്തുകൊണ്ട് ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ വിഷ്ണു ആ ചുടുകാപ്പി ചുണ്ടോട് ചേർത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും അടുക്കളയിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ശേഷം തനി വേഗം തന്നെ ഫോണും എടുത്തുകൊണ്ട് പുറത്തെ തൊടിയിലേക്ക് ഇറങ്ങി. കുഞ്ഞുവിനോടൊന്ന് സംസാരിക്കണം, അത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. ഫോൺ റിങ് ചെയ്ത ഉടനെ മറുവശം നിന്ന് കുഞ്ഞു കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. ചേച്ചി. തൻ അനിയത്തിയുടെ കുഞ്ഞു സ്വരം അവളുടെ കാതിൽ പതിച്ചതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു. ചേച്ചിയുടെ പൊന്നെ, ഭക്ഷണം കഴിച്ചോ? കഴിച്ചല്ലോ. ചേച്ചിയോ? അവൾ ചോദിച്ചോ. മറുവശത്ത് നിന്ന് കുഞ്ഞു ചിരിയോടെ മറുപടി പറഞ്ഞു. ചേച്ചിയും കഴിച്ചു. അവൾ മറുപടി പറഞ്ഞു. പിന്നെ അവൾ കുഞ്ഞിനോട് എന്തൊക്കെയോ ചോദിക്കുകയും അവൾ അതിനുള്ള മറുപടി തരികയും ചെയ്തുകൊണ്ടിരുന്നു. മോള് ചിറ്റയ്ക്കൊന്ന് ഫോൺ എടുക്കുമോ? അവൾ പറഞ്ഞു കേട്ട് കുഞ്ഞുടനെ ഫോൺ ചിറ്റയുടെ കയ്യിലേക്ക് കൊടുത്തു. ഹലോ. സുഖാണോ ചിറ്റേ? നിനക്കോ? അവൾ ചോദിച്ചോ. അവർ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു മറുചോദ്യം ഉന്നയിച്ചു. സുഖം. ഒറ്റ വാക്കിൽ തന്നെ അവൾ മറുപടി പറഞ്ഞു. പിന്നെ കുറച്ച് സമയം അവർക്കിടയിൽ ഒരു മൗനം തളം കെട്ടി നിന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ തനു? അവരുടെ മൗനം ഭേദിച്ചുകൊണ്ട് രേവതി തന്നെ അവളോട് ചോദിച്ചു. ചിറ്റേ, എനിക്കൊരു കാര്യം. അവൾ എങ്ങനെ ചോദിക്കുന്നറിയാതെ ഒരു നിമിഷം പതറി. എന്താ തനു? എന്തായാലും നീ ചോദിച്ചോ? അവരുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത വിധം ഗൗരവം നിറഞ്ഞു. ചിറ്റയോട് ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ? അവൾ പറഞ്ഞു കേട്ട് അവർ സംശയത്തോടെ ചോദിച്ചു. അത് ചിറ്റയ്ക്ക് ഈ കുടുംബമായിട്ട് മുമ്പ് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതായത് മുത്തശ്ശനോട് കാര്യസ്ഥനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ചിറ്റയ്ക്ക് അവരോട് എന്തെങ്കിലും അടുപ്പുണ്ടായിരുന്നോ? അവളുടെ ചോദ്യം കേട്ടതും ഒരു നിമിഷം അവർ നിശബ്ദയായി. ചിറ്റേ. അവരുടെ മൗനം കണ്ട് അവൾ പതിയെ വിളിച്ചു. അവരൊന്ന് മൂളിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു. നീ എന്താ അങ്ങനെ ചോദിച്ച്? അവിടെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഒറ്റൊരു നിമിഷത്തിന് ശേഷം അവൾ ചോദിച്ചു കേട്ട് അവളൊന്ന് പതറി. എന്തു പറയും? ഈടവളെ തന്നെ ചിറ്റയുടെ പേരും പറഞ്ഞാണ് ദ്രോഹിക്കുന്നതെന്ന് പറയണോ?
വേണ്ട, ചിറ്റയ്ക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ എല്ലാം ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ. ആൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടൊന്ന് ശ്വാസം എടുത്ത് വിട്ടു. അത് പിന്നെ ഇവിടെ ഇടയ്ക്കെല്ലാവരും ചിറ്റയുടെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. ആൾ പറഞ്ഞു കേട്ട് അവരൊന്ന് മൂളിയതേ ഉള്ളൂ. ഏതോർമ്മയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല. എന്നാ ശരിയറ്റേ, ഞാൻ വെക്കട്ടെ, ഇനി രാത്രി വിളിക്കാന്ന് കുഞ്ഞിനോട് പറഞ്ഞേക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. മറുവശത്ത് രേവതിന് നിറഞ്ഞ കണ്ണുനീർ അവരുടെ കവളിലൂടെ ഒഴുകി തുടങ്ങിയിരുന്നു. ഓക്കെ, താങ്ക് യു. ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറി വിഷ്ണു സോഫയിൽ മലർന്നു കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തിനെ കണ്ട് നെറ്റി വിളിച്ചു. കയ്യിൽ നിന്ന് ഫുഡിന്റെ കവർ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ച ശേഷം അവൻ നേരെ ദത്തിന്റെ അരിയിലേക്ക് ചെന്ന് അവന്റെ തലക്കിട്ടൊന്ന് കുട്ടി. എന്താടാ പുല്ലേ, എന്നെ തലകടിച്ച് പൊട്ടിക്കോ നീ, അല്ലെങ്കിൽ തന്നെ ഒരു രാക്ഷസി അടിച്ചു പൊട്ടിച്ച് വെച്ചിരിക്കുക. അവൻ ചാടി എഴുന്നേറ്റ് വിഷ്ണുവിനെ നോക്കി പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? വിഷ്ണു അവൻ കേൾക്കാതെ പതിയെ പിറുപിറുത്തതാണെങ്കിലും ദത്തിന് അത് വ്യക്തമായി തന്നെ കേട്ടിരുന്നു. അതിന്റെ ഫലമായി ദത്തിന് അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കിയ ശേഷം വീണ്ടും സെറ്റിയിലേക്ക് തന്നെ മറന്നു കിടന്നു. അല്ല, എന്താ മോന്റെ ഉദ്ദേശം? ഇവിടെ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടന്നാ മതിയോ? സമയം 10 കഴിഞ്ഞു, വീട്ടിലെങ്ങും പോകാൻ ഉദ്ദേശമല്ലേ? ഓ, അത്രയല്ലേ ആയുള്ളൂ. അവൻ പറഞ്ഞു കേട്ട് ദത്തൻ അലസമായി പറഞ്ഞു. ഹലോ, രാവിലെ 10 മണിയല്ല, രാത്രി 10 മണി. കൊച്ചുകൾ പങ്കാളത്ത് നീ ഇവിടെ വന്ന് കയറിയതാ. ഇപ്പൊ തന്നെ നിന്റെ അച്ഛനും അമ്മയും 100 തവണയെങ്കിലും എന്നെ വിളിച്ചിരുന്നു, നീ എപ്പ ചെല്ലുന്ന അറിയാനായിട്ട്. അവൻ ദത്തന്റെ അരിയിലേക്ക് ഇരുന്നോട് ചോദിച്ചു. വീട്ടിൽ പോയിട്ട് എന്തിനാ? ആ യക്ഷിയുടെ മുഖം കാണാനോ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചു. എന്തിനാളെ കോപ്പയ്ക്ക് കിടന്ന് കിണിക്കുന്നത്? അല്ല, കുറച്ചു നാൾ മുമ്പ് വരെ അവളെ കൊണ്ടുവന്ന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് നടന്നവനല്ലേ നീ? ഇപ്പൊ നീ തന്നെ അവിടെ മുഖം പോലും കാണാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് കേട്ടപ്പോ ഒന്ന് ചിരിച്ചു പോയതാ. വിഷ്ണു ചിരി കടിച്ചു പിടിച്ചോണ്ട് പറഞ്ഞു. ദത്തൻ അവൻ നോക്കി പല്ലെറിഞ്ഞി. ചിലക്കാണ്ട് എണീറ്റ് പോടാ. അവൻ വിഷ്ണു നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിനരിയിലേക്ക് നടന്നു. അതെ, എങ്ങോട്ടാ? പിന്നിൽ നിന്ന് വിഷ്ണു വിളിച്ചു ചോദിച്ചു. അവൻ തിരിഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം ടേബിളിൽ നിന്ന് ഭക്ഷണം എടുത്ത് പൊതിയഴിക്കാൻ തുടങ്ങി. ഡാടാ, അതോ ഒരാൾക്കുള്ള ഫുഡേ ഉള്ളൂ? അതെന്താ, നീ കഴിക്കുന്നില്ലേ? വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തൻ നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു. ഞാനേ കഴിക്കുന്നുള്ളൂ, നീ വീട്ടിൽ പോകണമെന്ന് കരുതി ഞാൻ എനിക്ക് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തനവനെ തറപ്പിച്ചു നോക്കിയ ശേഷം ടേബിളിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അവൻ ഭക്ഷണം അതിലേക്ക് വെച്ചു. ശേഷം തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നോണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എടാ കോപ്പ, അത് മുഴുവൻ നീ കുത്തിക്കയറ്റി ഇനി ഞാൻ എന്തെടുത്ത് കഴിക്കോടാ? വിഷ്ണു അവന് നേരെ ചീറിക്കൊണ്ട് ചെന്നു. നിന്നോട് ആര് പറഞ്ഞു ഒരാൾക്ക് വേണ്ടി മാത്രം വാങ്ങിക്കാൻ? കയ്യിൽ നിന്ന് ചിക്കൻ കാല് വായിലേക്ക് വെച്ചുകൊണ്ട് ദത്തം പറഞ്ഞു. വിഷ്ണു അവനെ തറപ്പിച്ചു നോക്കി. പന്നം, അത് ഞാൻ അറിഞ്ഞോടാ, നീ അവളെയും പേടിച്ച് ഇവിടെ അടയിരിക്കാൻ പോവാണെന്ന്. വായിൽ വന്നൊരു മുട്ടന്തരി ചുണ്ടിനിടയിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അവൻ ദത്തന്റെ നേരെ ചേറി. എന്നാ പിന്നെ പൊന്നുമോനോടെ പട്ടിണി കിടന്നോ, അല്ലെങ്കിൽ ഫോൺ എടുത്ത് വേറെ ഓർഡർ ചെയ്തോ? അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങിയതും അവൻ നോക്കി പല്ലടിച്ചുകൊണ്ട് വിഷ്ണു ഫോൺ എടുത്ത് വീണ്ടും ഒന്നുകൂടി ഫുഡ് ഓർഡർ ചെയ്തു. അല്ല, അപ്പൊ നീ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ലേ? അവൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് വിഷ്ണു ചോദിച്ചു. പോണം, കുറച്ചുകൂടി കഴിയട്ടെ, ആ പിശാചൊന്ന് ഉറങ്ങിയിട്ട് പോവാം. ദത്തൻ പറഞ്ഞിട്ട് വിഷ്ണുവിന് ചിരി വന്നു. എന്നാലും എങ്ങനെ നടന്ന ചെക്കനാ, ഇപ്പൊ ഒരു പെണ്ണിനെ പേടിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. വിഷ്ണു ആരോട് നിലാതെ പറഞ്ഞു. അവന്റെ പുറത്തിട്ട് നല്ലൊരു ഇടി വീണു. അമ്മേ, എന്താളാ പുല്ലേ, മനുഷ്യനെ ഇടിച്ച് കൊല്ലൂ നീ? വിഷ്ണു അവന്റെ നേരെ അലറി. ആർക്കാളത്തേണ്ടി അവളെ പേടി? ഈ മനക്കിലെ ദേവതത്തിന് ഒരുത്തിയെയും പേടിയില്ല. പേടിക്കാൻ പോകുന്ന മൊത്തം അവളാ. അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരവസരം വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ദേവദത്തൻ ആരാണെന്ന് അവൾ അറിയും. പല്ലിയടിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ഇതൊക്കെ എത്ര കേട്ടാ എന്ന മട്ടിൽ ദത്തൻ അവനെ നോക്കിയൊന്ന് തലയാട്ടി കാണിച്ചുകൊണ്ട് ഫോൺ എടുത്ത് അതിലേക്ക് മുഖം പൂഴ്ത്തി. അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ദത്തനും ഫോൺ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇതേ സമയം മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ തനുപതി ഉറക്കത്തിലേക്ക് വഴുതി വീണു. അന്നും പാതിരാത്രി കഴിഞ്ഞ നേരത്തെ തന്നെയാണ് ദത്തൻ തിരികെ മനക്കിൽ വന്ന് കയറിയത്. കയ്യിൽ സ്പെയർ കീ ഉള്ളതുകൊണ്ട് തന്നെ മറ്റാരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ അവനകത്തേക്ക് കയറിപ്പോയി. റൂമിലേക്ക് കയറിയതും സോഫയിൽ കിടന്നുറങ്ങുന്ന തനുവിന്റെ മേൽ അവന്റെ കണ്ണുകൾ പതിച്ചു. എന്നടിച്ചു പുറത്താക്കിയിട്ട് അവള് കിടന്നുറങ്ങുന്നുണ്ടില്ലേ? രാക്ഷസി, നിനക്ക് ഈ ദത്തനാരാണെന്ന് ഞാൻ അറിയിച്ചിരുന്നുണ്ടടി കുട്ടി പിശാചേ. അവൻ പല്ലിയരിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. അപ്പോഴവൻ വന്നൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു തനു. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവാംഹികം. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പ്രഭാത കീർത്തനത്തിന്റെ റെക്കോർഡ് സൗണ്ട് കേട്ടതും തനുപതിയെ മിഴികൾ ചിമ്മി തുറന്നു. കണ്ണുകൾ പതിയെ ക്ലോക്കിലേക്ക് നീണ്ടതും അവൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. സമയം രാവിലെ 5 മണിയായിട്ടേ ഉള്ളൂവെങ്കിലും കഴിഞ്ഞ ദിവസം ശ്രീദേവി പറഞ്ഞ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അവൾ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്നാണ് കട്ടിൽ മൂടി പൊതിച്ച് കിടക്കുന്ന രൂപത്തിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ഇങ്ങനെ വന്നിരുന്നോ? അവൾ നെറ്റി വിളിച്ചുകൊണ്ട് ആലോചിച്ചു. ഉണയതിനു മുന്നേ താഴേക്ക് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴാ ബാധ കയറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. താൻ കുളിച്ചിറങ്ങുമ്പോഴും ദത്ത നല്ല ഉറക്കം തന്നെയായിരുന്നു. അവൾ അവനൊന്ന് നോക്കിക്കൊണ്ട് ടവൽ അഴിച്ച് മുടി തുവർത്താൻ തുടങ്ങി.
ശേഷം ഇരുവശത്തുനിന്നും അല്പം എടുത്ത് ഒരു ക്ലച്ചർ ഇട്ടുകൊണ്ട് അവൾ വേഗം താഴേക്ക് നടന്നു. നേരം വെളുക്കാത്തതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. അവൾ സ്റ്റെയറിന്റെ ഭാഗത്തെ ലൈറ്റ് ഇട്ടുകൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങി. ആദ്യം തന്നെ അവൾ അടുക്കളയുടെ ഭാഗത്തേക്കാണ് നടന്നത്. പൂജാമുറിയിൽ കയറി വിളക്ക് വെക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞതിന്റെ ദിവസം ശ്രീദേവി പറഞ്ഞ വാക്കുകളോർത്തും അവൾ അതിന് മുതിർന്നില്ല. അവൾ വേഗം കിച്ചണിലേക്ക് ചെന്ന് ലൈറ്റ് ഇട്ടു. ശേഷം കട്ടൻ ചായ വെക്കാനായി ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വെച്ചു. വീട്ടിലായിരുന്നപ്പോൾ അവളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കട്ടൻ ചായയിൽ നിന്നായിരുന്നു. ചായ ഇട്ട് അത് ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൾ പതിയെ ചുണ്ടോട് ചേർത്തു. ആഹാ, രാവിലെ എഴുന്നേറ്റ് വന്ന് ഒറ്റയ്ക്ക് ചായ വെച്ച് കുടിക്കുകയല്ലേ? പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി. അപ്പച്ചി. അവളൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് ചെന്നു. അപ്പച്ചി കട്ടൻ ചായ എടുക്കട്ടെ? ഞാൻ എടുത്തോളാം, മോൾ അത് കുടിക്കേ. അവൾക്ക് മറുപടി അവർ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗ്ലാസ് എടുത്ത് ബാക്കിയിരുന്ന കട്ടൻ ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി. മോള് വീട്ടിലായിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നോ? അല്ല, അതിരാവിലെയുള്ള ഈ കട്ടൻ കുടി? അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട ഒരു രാജേശ്വരി പറഞ്ഞു. വീട്ടിലായിരുന്നപ്പോ അതിരാവിലെയുള്ള ഈ കട്ടൻ ചായ കുടി എനിക്കും കുഞ്ഞിനും നിർബന്ധം. പഠിക്കാൻ പോകുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ചിറ്റുണ്ടാക്കി തരും. പിന്നെ അതൊരു ശീലായി. ആളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവരൊന്ന് ചിരിച്ചു. ചൂട് കട്ടൻ ചായ ചുണ്ടോട് ചേർത്ത് ഒരിറക്കം കുടിച്ച ശേഷം അവൾ രാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പച്ചി. ആൾ വിളിച്ചു കേട്ടതും എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന രാജേശ്വരി തിരിഞ്ഞു നോക്കി. അത് അപ്പച്ചി, ഞാനൊരു കാര്യം ചോദിച്ചു, അപ്പച്ചി സത്യം പറയോ? ഒരു മുഖവര പോലെ അവൾ ചോദിച്ചു. അവരൊന്ന് പുഞ്ചിരിച്ചു. മോള് ചോദിക്കാൻ പോകുന്ന എന്താണെന്ന് അപ്പച്ചിക്ക് അറിയാം. പക്ഷേ ഇപ്പൊ അതിനുള്ള മറുപടി വരെ അപ്പച്ചി കഴിയില്ല മോളെ. അവർ പറഞ്ഞു കേട്ടതും അവൾ നിരാശയോടെ മുഖം താഴ്ത്തി. മോള് വിഷമിക്കണ്ട, എന്നാലും അതിന്റെ സത്യാവസ്ഥ മോൾ അറിയും. അതുവരെ എന്റെ കുട്ടി ക്ഷമയോടെ കാത്തിരിക്കേ. അവർ പറഞ്ഞു. അവളൊരു വാടിയ പുഞ്ചിരി മറുപടിയായി നൽകിക്കൊണ്ട് പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എനിക്കത് നിന്നോട് പറയാൻ കഴിയില്ല തന്നെ. നീ അറിയാൻ ഒരുപാടുണ്ട്. എന്നാലും നീ അതൊക്കെ അറിയുക തന്നെ ചെയ്യും. പക്ഷെ അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കില്ല കുട്ടി. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവർ മനസ്സിൽ പറഞ്ഞു. അപ്പച്ചി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മുറ്റത്തെ കാടിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്ന രാജേശ്വരി തനുവിന്റെ വിളിയേട്ടൻ തിരിഞ്ഞു നോക്കി. ആ മോളി, ഇതെങ്ങോട്ടാ ഇത്ര രാവിലെ? പുതിയ സാരി ഞൊറിഞ്ഞെടുത്ത് സിമ്പിൾ മേക്കപ്പിൽ അതിസുന്ദരിയായി എവിടെയോ പോവാൻ വേണ്ടി തയ്യാറായി മുന്നിൽ വന്നിരിക്കുന്ന തനുവിനെ കണ്ടതും അവർ അതിശയത്തോടെ ചോദിച്ചു. അതപ്പച്ചി, ഞാനൊന്ന് വീട്ടിലേക്ക് പോവാ. ചിറ്റയും കുഞ്ഞിനെ ഒന്ന് കാണണം. വൈകുന്നേരത്തിന് ഞാൻ തിരികെ വരാം. അവൾ പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു. കണ്ണനോട് പറഞ്ഞോ മോള്? ഇല്ല അപ്പച്ചി, ഇതുവരെ ഉറക്കി എഴുന്നേറ്റില്ല. അപ്പച്ചി പറഞ്ഞാൽ മതി. അവൾ പറഞ്ഞു. അവരതിനെ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. മോള് പോയിട്ടോ, അവനോട് അപ്പച്ചി പറഞ്ഞോളാം. അവര് പറഞ്ഞു. അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. നീ ഇപ്പൊ രേവതിയെ കാണാൻ പോകുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയാൻ കുട്ടി. പക്ഷെ അവിടെ നിന്നും നിനക്കൊന്നും അറിയാൻ സാധിക്കില്ല. അവൾ പോകുന്ന വഴിയെ നോക്കിയിരുന്ന നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഗാർഡൻ നനക്കാൻ തുടങ്ങി. അവൾ ഈ രാവിലെ ഇത് എവിടേക്കാ പോയത്? പിന്നിൽ നിന്ന് ശ്രീദേവിയുടെ ശബ്ദം കേട്ടോ രാജേശ്വരി തിരിഞ്ഞു നോക്കി. അവൾ അവളുടെ വീട് വരെ ഒന്ന് പോയതാ. വീട്ടിലേക്കോ? ആരോട് ചോദിച്ചിട്ടാ അവളോട് വീട്ടിലേക്ക് പോയത്? ശ്രീദേവി ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ സ്വന്തം വീട്ടിൽ പോകാൻ അവൾ ആരോട് അനുവാദം വാങ്ങണം? അല്ല, ഇനി അവളുടെ വീട്ടിൽ പോകാൻ പാടില്ലെന്നങ്ങനെ നിങ്ങൾ അഗ്രിമെന്റ് തയ്യാറാക്കുമ്പോ അതിൽ ചേർത്തിരുന്നോ? രാജേശ്വരി പുച്ഛത്തോടെ ചോദിച്ചു. ശ്രീദേവി ഒരു നിമിഷം നടുങ്ങിപ്പോയി. തങ്ങൾ മറച്ചു വെച്ച സത്യം രാജേശ്വരി എങ്ങനെ അറിഞ്ഞു എന്ന് അവർ ചിന്തിച്ചു. എന്തായിരുത്തി, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിക്കുകയാണോ? രാജേശ്വരി ചോദിച്ചു. ശ്രീദേവി അവരെ പകപ്പോടെ നോക്കി. എന്നാലും ഏടത്തി ഒരു സ്ത്രീയല്ലേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അതിനെ ദ്രോഹിക്കാൻ ഏടത്തിയും കൂട്ടുന്നല്ലോ. കഷ്ടം. അവർ ശ്രീദേവി നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോഴും അവർ പറഞ്ഞ വാക്കുകളുടെ കാഠിന്യത്തിൽ തറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീദേവി. അന്നത്തെ ദിവസം ദത്തൻ എഴുന്നേൽക്കുമ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. അവൻ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് പതിയെ ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി. ഫോൺ എടുത്ത് ടൈം നോക്കിയ ശേഷം അവനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. ഫ്രഷായി ഇറങ്ങിയതും അവന്റെ കണ്ണുകൾ നേരെ സോഫയിലേക്ക് നീണ്ടു. ഓ നാശം, രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. അല്ലെങ്കിൽ അതിന്റെ തിരുമോൻ തന്നെ ഇന്ന് കണിയാണേണ്ടി വന്നേനെ. എന്നാലും എന്റെ മഹാദേവ, ആ വിഷ്ണു പറഞ്ഞ പോലെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് പ്രതികാരം ചെയ്യുന്ന ഞാനിപ്പോ ആരായി? അവനൊരു നെടുവീർപ്പോടെ താഴേക്ക് ഇറങ്ങി. അമ്മേ, ശ്രീദേവി വിളിച്ചുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ലിവിംഗ് റൂമിലെ സോഫയിൽ നിന്നുകൊണ്ട് എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന രാജേശ്വരി അവൻ കാണുന്നത്. എന്റെ അപ്പച്ചിക്ക് നിന്നോടല്ലടി, എന്നോട് തന്നെ ആ സ്നേഹം ഞാൻ തെളിയിക്കും, നോയിക്കോ. അവൻ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരുടെ അരിയിലേക്ക് നടന്നു. അപ്പച്ചി, അയ്യോ അമ്മേ! സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവന്റെ മടിയിലേക്ക് കിടന്നു. ഒരു നിമിഷം അവന്റെ നിലവിളി അവിടെ ഉയർന്നു കേട്ടു. നിലത്തിരുന്നുകൊണ്ട് ദത്ത രാജേശ്വരി ആദ്യം കാണുന്ന പോലെ നോക്കി. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? പെട്ടെന്ന് ശ്രീദേവി കിച്ചണിൽ നിന്ന് ഓടി വന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ ദത്ത മോനെ, നിനക്കിത് എന്തു പറ്റി? നീ എന്തിനാണ് നിലത്തെടുക്കുന്നേ? അവരോടി വന്ന് ദത്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ല അമ്മേ, ഞാൻ അപ്പച്ചിയുടെ മടിയിലൊന്ന് കിടന്നാ പെട്ടെന്ന് അപ്പച്ചി കാലി മാറ്റി, അങ്ങനെ നിലത്തേക്ക് വീണാ. അവൻ അപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ രാജി, നീ കാല് മാറ്റി കളഞ്ഞ്, അതുകൊണ്ടല്ലേ അവൻ വീണത്? ശ്രീദേവി പറഞ്ഞിട്ട് രാജേശ്വരി സോഫയിൽ നിന്ന് പതി എഴുന്നേറ്റു. രാവിലെ മുതൽ എന്താണെന്ന് അറിയില്ല എടുത്തി, കാലിനൊക്കെ ഭയങ്കര വേദനയാ.
അതിന്റെ കൂടെ ഇവനിനി മടി കൂടി കിടന്ന വേദന കൂടും. അവരതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ദത്തൻ അവർ അമ്പരപ്പോടെ നോക്കി നിന്നു. കുറച്ചു നാൾ മുമ്പ് വരെ എത്ര വേദന ഉണ്ടെങ്കിലും തന്നെ പിടിച്ച് മടിയിൽ കിടത്തുന്ന രാജേശ്വരിയുടെ മുഖം മനസ്സിലേക്ക് ഓടി വന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പതിയെ അവിടെ ദേഷ്യം നിറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരിയാ നശിച്ചവളാ, നിന്നെ ആ വെറുതെ വിടിലടി. തനുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു. അവൻ പിറുപിറുത്തുകൊണ്ട് പല്ലിറുമി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.